കഴിഞ്ഞ ദിവസം നടന്ന വയനാട് ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പ് കൈമാറുന്ന ചടങ്ങിൽ സ്ഥലം MLA ആയ ടി സിദ്ദീഖിനെ ചില സഖാക്കൾ കൂകി വിളിക്കുന്നത് കണ്ടു. ഈ ദുരിതമുണ്ടായ കാലം മുതൽ അവിടുത്തെ ജനങ്ങളോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത MLA ആണ് ടി സിദ്ദീഖ്. കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയ 178 വീടുകളിൽ 100 വീടിൻ്റെ തുക കർണാടക സർക്കാരാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് 740 കോടി രൂപ പിരിച്ച് കയ്യിൽ വച്ചിരിക്കുന്ന പിണറായി സർക്കാർ കേവലം 78 വീടുകളുടെ പണം മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഏകദേശം 35 കോടി രൂപയാണ് ടൗൺഷിപ്പിന് ചെലവായിട്ടുള്ളത്. അതിൽ 20 കോടി രൂപയും കർണാടക സർക്കാർ നൽകിയതാണ്. ഒരു വീടിന് 20 ലക്ഷം രൂപ നിരക്കിൽ 20 കോടി രൂപ കർണാടക സർക്കാർ കേരളത്തിന് കൈമാറി. ഇന്നലെ നൽകിയ 178 വീടുകളിൽ 100 വീടുകൾ കർണാടക സർക്കാരിൻ്റെതാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സർക്കാരിന് നൽകിയത് 740 കോടി രൂപയാണ്. അതിൽ കോൺഗ്രസ്സുകാരൻ്റെ പണമുണ്ട്, CPMകാരൻ്റെ പണമുണ്ട്, BJPക്കാരൻ്റെ പണമുണ്ട്, ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത സാധാരണക്കാരൻ്റെ പണവുമുണ്ട്. തമിഴ്നാട് സർക്കാർ 5 കോടി രൂപ നൽകി, ആന്ധ്ര സർക്കാർ 5 കോടി രൂപ നൽകി, തെലുങ്കാന സർക്കാർ 5 കോടി രൂപ നൽകി. ചുറ്റുമുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളും വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പണം ചെലവഴിച്ചു. എന്നാൽ കേരളത്തിലെ പിണറായി സർക്കാർ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി നീക്കിവെച്ചിട്ടില്ല. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളും ചുറ്റുമുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും കൊടുത്ത ഏകദേശം 1000-ഓളം കോടി രൂപ പിണറായി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 15% തുക മാത്രമാണ് ഇതുവരെ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ദുരിതബാധിതർക്ക് വേണ്ടി 1 രൂപ പോലും ചെലവഴിക്കാത്ത പിണറായി സർക്കാരിൻ്റെ അനുയായികളാണ് ഈ ചടങ്ങിൽ വന്ന് കൂകി വിളിക്കുന്നത്. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിണറായി വിജയൻ ചെയ്ത ഏക കാര്യം ഈ ടൗൺഷിപ്പിൻ്റെ കരാർ ഒരു ടെൻഡറുമില്ലാതെ ഊരാളുകളിനെ ഏൽപ്പിച്ച് കമ്മീഷൻ അടിച്ചു എന്നത് മാത്രമാണ്. കേരളത്തിലെ ജനങ്ങളുടെയും മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്രത്തിൻ്റെയും സഹായം കൊണ്ട് വയനാട് നിർമ്മിച്ച ടൗൺഷിപ്പും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയ സഹായവും പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കാനാണ് സഖാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഖാക്കളോട് പറയാനുള്ളത്, വയനാട് നിർമ്മിച്ച ടൗൺഷിപ്പിലും അവിടെ ജനങ്ങൾക്ക് കിട്ടിയ സഹായത്തിലും പിണറായി സർക്കാരിൻ്റെ ഒരു ചില്ലിക്കാശ് പോലുമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ തള്ളിമറിക്കുന്ന പരിപാടി ഇനിയെങ്കിലും സഖാക്കൾ അവസാനിപ്പിക്കാൻ തയ്യാറാവണം.